അമൽ ഷാഹിൻ സാഹിബായി ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. മാർക്കറ്റ് നല്ല പോസിറ്റീവായി അല്ലേ? നിൽക്കുന്നില്ല, താഴോട്ടേക്ക് തന്നെ ഇല്ല, വരാതെ കയറി പോവാണ്. കുറച്ചൊന്ന് താഴേക്ക് വന്നു, പിന്നെ ഇത് മുകളിലേക്ക് ഒന്ന് കയറാനുള്ള പരിപാടിയിലാണ്. പക്ഷെ മെയിൻ സപ്പോർട്ടുകളൊന്നും വരുന്നില്ല. അങ്ങോട്ടൊന്നും വന്നില്ല. അന്ന് നമ്മളിവിടെ ഒരു പ്ലാൻ ചെയ്തു 40 20 അവിടെ വന്നില്ല. അതുപോലെ ഇപ്പൊ ഇന്ന് കയറി പോയതിനു ശേഷം 80 പ്ലാൻ ഉണ്ട്. 80 അവിടേക്ക് വന്നില്ല, അവിടെയൊന്നും വരുന്നില്ല. ഇപ്പൊ വരും, പക്ഷെ എനിക്ക് തോന്നി ഇങ്ങനെയാണെങ്കിൽ 200 എത്താണ്ട് വരാൻ ചാൻസ് ഇല്ല. ഒറ്റയടിക്ക് 200 എത്തിക്കാനുള്ള പ്ലാനാണ് അവർക്ക്. 200 മൂവ്മെന്റ് അത്ര ഫാസ്റ്റ് അല്ല. ഫാസ്റ്റ് അല്ല, രണ്ടു ദിവസം കൊണ്ടല്ലേ ഇത്ര പോയിന്റ് കയറിയേ. അല്ല ഇന്നത്തെ ഇന്ന് നമ്മൾ ആ ലൈവിന് ശേഷം കുറച്ച് മെല്ലെ മെല്ലാണ് പോകുന്നത്. ലൈവ് നമുക്കത് സെല്ലെടുക്കാനും പണിയാണ്. സെല്ലെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് വരാൻ കാലം കറക്റ്റ് ആയിട്ട് പോകാൻ അറിയില്ല. അപ്പൊ കറക്റ്റ് ഇവിടെ സീക്വൻസ് ഇപ്പൊ 40 വന്നപ്പോ താഴെ വന്നു, പിന്നെ ഇവിടുന്ന് കയറുന്നുള്ളതാണ് ചോദ്യം. ഇപ്പൊ നമ്മളൊരു BTC നോക്കി വെച്ചിട്ടുണ്ട്. ഞാൻ കുറച്ചുകൂടി കോൺഫിഡൻസ് ഉള്ള ഏരിയ അതാണ്. BTCയിൽ നമുക്ക് ഞാൻ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് വീക്കിലിയിൽ ഒരു ലെവൽ ഉണ്ട് ഇവിടെ, ഒരു ബോഡി ലെവൽ കണ്ടില്ലേ? വീക്കിലിയിൽ ഒരു ബോഡി ലെവൽ ഉണ്ട്. അതേപോലെ തന്നെ ഡേയുടെ എന്തുണ്ട്, ഒരു ബോഡി ലെവൽ ഉണ്ട് അവിടെ. അത് മാത്രമല്ല ഇതൊരു സപ്ലൈ സോൺ ആണല്ലോ അല്ലെ? സപ്ലൈ അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ഏരിയ. അപ്പോ വൺസ് നമ്മുടെ ഇപ്പൊ ഗോൾഡ് പോലെ തന്നെയാണ് ഇതും. ബുള്ളിഷ് ആവണമെങ്കിൽ എന്ത് വേണം? ഇപ്പൊ വീക്കിലിയിലൊക്കെ ബുള്ളിഷ് ആവണമെങ്കിൽ എന്ത് വേണം? ഇതിന് മേലേക്ക് ഒരു വീക്കിലി ക്യാൻഡിൽ ക്ലോസ് കിട്ടിയാൽ മതി ബുള്ളിഷ് ആവാനായിട്ട്. അപ്പൊ ബുള്ളിഷ് ആവുന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഇവിടുന്ന് താഴെ വരും. ഒന്നെങ്കിൽ ബുള്ളിഷ് മേലോട്ട് കയറി പോകും, അല്ലെങ്കിൽ ബുള്ളിഷ് ആവാതെ താഴോട്ട് വരും. ഇതിൽ ഒന്നല്ലേ സംഭവിക്കുള്ളൂ. അല്ലെങ്കിൽ മേലോട്ട് പോകും, അല്ലെങ്കിൽ താഴോട്ട് വരും. അപ്പൊ നോക്കുന്ന സമയത്ത് നമ്മുടെ വീക്കിലിയുടെ ലോയൊന്നും എന്ത് ചെയ്തിട്ടില്ല, ഇതുവരെ എടുത്തിട്ടില്ല. ഇപ്പൊ ഇന്നത്തെ ഈ വീക്ക് ലോ ഉണ്ട്, അതിന് മുമ്പത്തെ ലോ ഉണ്ട്, അതിന് മുമ്പത്തെ ലോ ഉണ്ട്, അതിന് മുമ്പത്തെ ലോ ഉണ്ട്. ഒന്നും എടുത്തില്ല. അതിന് താഴത്തെ ലിക്വിഡിറ്റി ഒന്നും ഇതുവരെ കളക്ട് ചെയ്തിട്ടില്ല. കളക്ട് ചെയ്യാണ്ട് പ്രൈസ് ഇങ്ങനെ സസ്പെൻഡ് ചെയ്ത് നിൽക്കുകയാണ്. അതുപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് വീക്കിലിയിൽ ഒരു 4 ബുള്ളിഷ് ക്യാൻഡിലാണ് വെച്ചേക്കുന്നത് അല്ലെ? കണ്ടിന്യൂസ് ആയിട്ട് 4 ബുള്ളിഷ് ക്യാൻഡിലാണ്. അതെങ്ങനെ ചോദിച്ച് നമ്മളത് എക്സാമ്പിൾ പറഞ്ഞാൽ ഇവിടെ കണ്ടോ, കണ്ടിന്യൂസ് ആയിട്ട് 4 ബുള്ളിഷ് ക്യാൻഡിൽ ഇപ്പൊ 5ാമതൊരു ബീറിഷ് ക്യാൻഡിൽ വെച്ചേക്കുന്നുണ്ടോ? ഡോജി ആണെങ്കിൽ പോലും ഒരു ബീറിഷ് ക്യാൻഡിലാണ് ഫോം ചെയ്തേക്കുന്നത്. ലൈക്ക് പിന്നെ വീക്കിലി ഉണ്ടല്ലോ 3 ബുള്ളിഷ് ക്യാൻഡിൽ, അത് കഴിഞ്ഞൊരു ഇവിടെ കണ്ടോ കണ്ടിന്യൂസ് ബുള്ളിഷ് ക്യാൻഡിൽ വന്നപ്പോ പിന്നീട് ബീറിഷ് ക്യാൻഡിൽ വന്നിട്ട് എന്താ അവിടെ സസ്റ്റെയിൻ ചെയ്ത് നിൽക്കാന്ന് പറയും. ഞാൻ അവിടെ താഴ്ത്തു വീഴുന്നല്ല പറയുന്നത്, പക്ഷെ ഒരു സെല്ലിംഗ് പ്രഷർ ഇവിടെ ഉണ്ട്. ഒന്ന് സെല്ല് പോകാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ പോരുകയാണെങ്കിൽ ഒരു പക്ഷെ ഇവിടെ നിന്ന് ആയിരിക്കാം അത് സ്റ്റാർട്ടിംഗ് പോയിന്റ്. ഒരു പക്ഷെ ഇവിടെ നിന്നാണ് എന്ത് ചെയ്യാൻ പോകുന്നത്, ഒരു സെല്ലിന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. കാരണം എത്ര നാളായിട്ട് വീക്ക് അപ്പൊ ഒരു 4 അവർ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ആദ്യമായിട്ടാണ് നല്ല ഇവിടുന്ന് മാറ്റി വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു പോയിന്റ് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ടൈമാണ് ഒരു ബ്രേക്ക് ഓഫ് പ്രഷർ കിട്ടുന്നത് ഒരു 1 അവറിൽ അല്ലെ? എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു സ്ട്രക്ചർ ഒക്കെ ഏകദേശം ബ്രേക്ക് ചെയ്ത് നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പോ നമുക്കൊരു സെല്ല് നോക്കാൻ പറ്റുമോ? റിസ്ക് എടുക്കണോ? എന്താണ് അഭിപ്രായം? അതിന് വേറെ എന്തെങ്കിലും കൺഫർമേഷൻ കൂടെ ഉണ്ടോ? വേറെ എന്ത് കൺഫർമേഷൻ ആണ് നോക്കുന്നത്, ഉദ്ദേശിക്കുന്നത്? ഏത് ടൈം ഫ്രെയിമിലാണ് ഉദ്ദേശിക്കുന്നത്? ഞാൻ 1 അവർ ആണ്. അതായത് നമ്മൾ അനാലിസിസ് ചെയ്തേക്കുന്നതെല്ലാം വീക്കിലി 1 ഡേ വെച്ചിട്ടാണ്. നമുക്ക് 1 ഡേയുടെ കൺഫർമേഷൻ എന്താ, അതൊരു റെസിസ്റ്റൻസ് ഏരിയ ആണ്. 1 ഡേയുടെ കൺഫർമേഷൻ എന്നുള്ളത് ഒരു റെസിസ്റ്റൻസ് ഏരിയ ഉണ്ട്. നമുക്ക് ഫസ്റ്റ് സിഗ്നൽ ആണ്. രണ്ടാമത്തെ സിഗ്നൽ എന്ന് പറയുന്നത് വീക്കിലിയിൽ കണ്ടിന്യൂസ് ആയിട്ട് ബുള്ളിഷ് ക്യാൻഡിലാണ്. സോ ഒരു സെല്ലിംഗ് ക്യാൻഡിൽ വെക്കണം അവിടെ. താഴോട്ട് പോയാലും ഇല്ലെങ്കിലും ഒരു ബീറിഷ് ക്യാൻഡിൽ ഫോം ചെയ്യണം. ഓക്കെ, സോ ദാറ്റ്സ് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മളൊരു പ്രിൻസിപ്പിൾ ആണ് പറയുന്നത്. അങ്ങനെ തന്നെ സംഭവിക്കും, നിർബന്ധമൊന്നും പറയാൻ പറ്റില്ല. ചിലപ്പോൾ വരാതിരിക്കാം. പക്ഷെ എങ്കിലും നമ്മളൊരു എടുക്കുന്നത് ചാൻസ് പറയാണ്, ഒരു ബീറിഷ് ക്യാൻഡിൽ എടുക്കണം. അപ്പൊ നമുക്ക് രണ്ടാമത്തെ ഒരു ഇത് കിട്ടി. മൂന്നാമത്തെ എന്ന് പറയുമ്പോൾ ഇതുവരെ വീക്കിലിയുടെ ലോ ഒന്നും എന്ത് ചെയ്തിട്ടില്ല, എടുത്തിട്ടില്ല. അപ്പൊ അവിടുത്തെ ലിക്വിഡിറ്റി ഒന്ന് കളക്ട് ചെയ്യണ്ടേ മാർക്കറ്റ്? അപ്പൊ ആ ലിക്വിഡിറ്റി കളക്ട് ചെയ്യാനായിട്ട് എന്ത് ചെയ്യാം, നമുക്ക് അങ്ങനെ ഒരു സെൽ എക്സ്പെക്ട് ചെയ്യാം. അല്ല അത് മാത്രമല്ല, ഇതിപ്പോ ഗോൾഡിന്റെ ഓപ്പോസിറ്റ് ആണോ BTC പോവാറ്? അല്ല, അങ്ങനെ പറയാൻ കഴിയില്ല. ഗോൾഡിന്റെ ഓപ്പോസിറ്റ് ഒന്നും പറയാൻ കഴിയില്ല. ഗോൾഡ് ഇപ്പൊ കയറുന്നുണ്ട് സംഭവം, ഓക്കെ. പക്ഷെ BTCയുടെ വോളിയം അല്ലേ. ഗോൾഡിൽ ട്രേഡ് ചെയ്യുന്നവരൊന്നും വലിയ ടീംസുകളൊന്നും ഒരിക്കലും BTC ചെയ്യണമെന്നൊന്നുമില്ല. രണ്ടും 2 ടീംസുകളാണ്.
ഓക്കെ. ഗോൾഡിന്റെ ഒരു സ്വഭാവം ഇതിന്റെ സ്വഭാവം ഡിഫറെന്റ് ആണ്. അങ്ങനെ നോക്കുമ്പോൾ നമുക്കിവിടെ എന്ത് വരും, നമുക്കിവിടെ ഒരു ബ്രേക്ക് ഓഫ് പ്രഷർ ഇപ്പൊ കിട്ടുന്നുണ്ട്. സോ അങ്ങനെയാണെങ്കിൽ നമുക്കൊന്ന് സെൽ എടുക്കാൻ പറ്റുമോ? റിസ്ക് എടുക്കാം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റിസ്ക് എടുക്കാൻ പറ്റിയ സാഹചര്യം ആണോ എന്നാണ് ചോദിക്കുന്നത്. അതെ അതെ, ഇപ്പൊ ഒരു റിസ്ക് എടുത്തു ചാൻസ് ആണ്. കഴിഞ്ഞാൽ നമുക്കൊരു ഒരു പോസിബിലിറ്റി ഉണ്ടോ? ഒന്നെങ്കിൽ നമുക്ക് എസ് എൽ അല്ലെങ്കിൽ ടി പി, ഇത് രണ്ടിലൊന്നാണ് എന്തായാലും വരാം. ബട്ട് നമുക്കിത് അതെ സക്സസ് ആവുകയാണെങ്കിൽ നല്ലൊരു ടി പി കിട്ടുമോ എന്നാണ് നമുക്ക് ചോദ്യം. നമ്മളൊരു അതെ, അതിന് $10, ചാൻസ് ഉണ്ടല്ലോ, കുറെ ലോസ് എടുക്കാനല്ലേ. അതന്നെ $10 അല്ലെങ്കിൽ $50 റിസ്ക് എടുത്താൽ നമുക്കൊരു $100-150 കിട്ടുമോ? അത്രത്തോളം ഇതിന് മൂവ്മെന്റ് വരാൻ ചാൻസ് ഉണ്ടോ? അതാണ് നമ്മൾ നോക്കുന്നത്. അല്ലാതെ നമുക്കൊരു $50-ന് $50 കിട്ടുമെന്നല്ല നോക്കുന്നത്. $50 റിസ്ക് എടുത്താൽ $100-150 നമുക്ക് പ്രോഫിറ്റ് കിട്ടുമോ അതെ അതെ. എന്ന ചോദ്യമാണ്. അപ്പൊ അതിന്റെ പോസിബിലിറ്റി ആണ് നോക്കുന്നത്. അപ്പൊ നമുക്ക് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് ഇവിടെ ക്ലോസ് കിട്ടി കഴിഞ്ഞാൽ ഇപ്പൊ ഒരു 4 മിനിറ്റ് കൂടി കഴിഞ്ഞാൽ 1 അവർ ക്ലോസ് ആണ്. വരുന്ന ക്യാൻഡിൽ എന്താണ്? ലൈവ് ഒന്ന് എക്സിറ്റ് ആവുമ്പോ അപ്പം ഇത് BTC ഒന്ന് ഗ്രൂപ്പിലേക്ക് ഒന്ന് ഇട്ടേക്കണേ. ഓക്കെ ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് 1 അവർ നോക്കിക്കഴിഞ്ഞാൽ എന്ത് ക്യാൻഡിൽ ഇപ്പോൾ ഫോം ചെയ്യുന്ന ഒരു FXC ആണല്ലേ. FXCയിൽ നല്ല ബേരിഷിൽ ഒരു ബ്രേക്ക് ഓഫ് പ്രഷർ ആണ് വരുന്നത്. സോ നമുക്ക് ഇവിടെ നിന്ന് ചെറിയ റീടെസ്റ്റ് നടത്തി കഴിയുമ്പോൾ എന്ത് ചെയ്യാം, ഒരു ട്രേഡ് എടുക്കാൻ പറ്റുമോ നോക്കാം. എസ് നമുക്ക് ഈ ഒരു ബോഡി, ഈ ഒരു ഇതുണ്ടല്ലോ, ഇതിന് മുകളിൽ പ്ലേസ് ചെയ്യാം. അത് 66,900 അത്രയും ഉണ്ടല്ലോ, 66,900 ഒരു 66,800 വയ്ക്കാം. നമുക്ക് 2 ലെവലുണ്ട്, ഫസ്റ്റ് ലെവൽ, സെക്കൻഡ് ലെവൽ. അപ്പൊ ആദ്യത്തെ ലെവലിനെ ലിക്വിഡിറ്റി കളക്ട് ചെയ്താലും താഴേക്ക് വരാനുള്ള സ്കോപ്പ് ഉണ്ട്. അല്ലെങ്കിൽ 66,600. അപ്പൊ നമുക്കൊരു 66,750 എസ് പ്ലേസ് ചെയ്യാം. നമുക്ക് ഓർഡർ ഇടാം അല്ലെങ്കിൽ നമുക്ക് ഒന്ന് റീടെസ്റ്റ് വരുമോ നോക്കാം. ഓക്കെ. 66,000 റീടെസ്റ്റ് വരാണെങ്കിൽ അവിടുന്ന് ട്രേഡ് പ്ലേസ് ചെയ്യാം. അപ്പൊ നിങ്ങളുടെ റിസ്ക് നിങ്ങൾ പ്ലാൻ ചെയ്യാം. ഞാനിപ്പോ ഇത്ര എക്സ്പ്ലെയിൻ ചെയ്യാന്ന് വെച്ചാൽ ഇതിന്റെ അനാലിസിസ് ഇങ്ങനെയാണ്. അപ്പൊ നമുക്കിവിടെ റിസ്ക് എടുത്തു കഴിഞ്ഞാൽ TP കിട്ടുകയാണെങ്കിൽ നല്ലൊരു TP കിട്ടും, നല്ലൊരു TP. അല്ലെങ്കിൽ നമുക്ക് ചെറിയൊരു എമൗണ്ട് നഷ്ടം വരും. അപ്പോൾ ഇത് TP എത്രത്തോളം നമുക്ക് എക്സ്പെക്ട് ചെയ്യാം? ഞാൻ പറഞ്ഞു നമുക്ക് ലിക്വിഡിറ്റി കളക്ട് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഫസ്റ്റ് ലിക്വിഡിറ്റി ഇപ്പൊ ഇന്ന് ഈ ക്യാൻഡിൽ നമുക്ക് എടുക്കാൻ കഴിയില്ല, കാരണം വീക്കിലി ക്യാൻഡിൽ സ്റ്റാർട്ട് കംപ്ലീറ്റ് ആയിട്ടില്ലല്ലോ. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഫസ്റ്റ് ടാർഗറ്റ് എന്നുള്ളത് ഒരു 62,000 റേഞ്ച് വരെ നമുക്ക് പിടിക്കാം. 62,000 റേഞ്ച് വരെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. കാരണം ഈ ലോയും എടുക്കാനുള്ള പ്രോബിലിറ്റി ഉണ്ട്. ഓക്കെ, 66,000. പിന്നെ ഇതിന്റെ നഷ്ടം, ഇത് ഫെയിൽ ആവാനുള്ള ചാൻസ് എത്രത്തോളം ഉണ്ട്, അതിന്റെ ഒരു പ്രോബിലിറ്റി എത്രത്തോളമാണ്. അപ്പൊ മാർക്കറ്റ് നമ്മൾ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതുവരെ മാർക്കറ്റിൽ സംഭവിച്ചിട്ടില്ല. അതായത് ഈ ഒരു റെസിസ്റ്റൻസ് ഏരിയ ഉണ്ടല്ലോ അല്ലെ സാഹിബായി, കേൾക്കുന്നോ? അതെ അതെ. പ്രതിഭട്ട നമസ്കാരം. നമസ്കാരം. നമുക്കൊരു BTC ഒരു ഓപ്പർച്യൂണിറ്റി അങ്ങനെ വരുന്നുണ്ട്. അപ്പൊ ഞാൻ ഇത്ര എക്സ്പ്ലെയിൻ ചെയ്ത് സക്സസ് ആവാനുള്ള ചാൻസാ. ഇനി ഇത് ഫെയിൽ ആവാനുള്ള ചാൻസസ് ഉണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതുവരെ ഈ റെസിസ്റ്റൻസ് ഏരിയയുടെ ഹൈന് എടുത്തിട്ടില്ല. ഹൈന് എടുക്കാത്തതുകൊണ്ട് നമുക്കൊരു ഒരു പ്രോബിലിറ്റി ആയിട്ട് കിടക്കുന്നുണ്ട്. ചിലപ്പോൾ ഇനി ഫെയിൽ ആവാനുള്ള പ്രോബിലിറ്റി തന്നെ അത് എടുക്കാൻ വരലാണ്. പക്ഷെ ഇത് എന്റെ ഒരു കണക്കിൽ എങ്ങനെ പോയിട്ട് ഇത് താഴെ വരണം. താഴെ വരാണ്ട് എന്തായാലും പോവില്ല. പക്ഷെ ആഴ്ച തവണ ഞാൻ സെല്ല് കൊടുത്താറ്. 500 സെല്ല് കൊടുത്തിട്ട് പകുതി വരെ പോയി തിരിച്ച് കയറി വന്നു. എന്ന് വെച്ചാൽ ലിക്വിഡിറ്റി എടുക്കാതെ തന്നെ തിരിച്ച് കയറി വന്നു. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. കണ്ടില്ല, ഈ ലോയിൽ നിർത്തത്തില്ല, ഇതൊക്കെ ഇവിടെ പെൻഡിങ്ങിൽ കിടക്കാണ്. ഇതെന്തായാലും എടുക്കണം മാർക്കറ്റ്. സോ അപ്പൊ നമുക്ക് റിസ്ക് എടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല റിസ്ക് പോയിന്റ് ആണ്, ഏരിയ ആണ്. സോ നമുക്ക് 66,000 ഒരു ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യാം. ഞാനൊരു നിലവിലൊരു 66,750 വയ്ക്കുന്നത്. ചിലപ്പോൾ ഞാൻ എസ് മാർക്കറ്റ് സ്വഭാവം മാറാനും ഒന്ന് കയറ്റി വെക്കുന്നുണ്ടോ, 67,000 ഒന്ന് കയറ്റി വെക്കും. കാരണം എനിക്ക് നല്ലത് ഇവിടെയാണ് തോന്നുന്നത്. എന്നാലും നമുക്ക് മൊത്തം 3 ലെവൽ എടുക്കുന്നുണ്ട്. 1 അവർ എടുത്താൽ നമുക്ക് മൊത്തം 3 ലെവൽ എടുക്കുന്നത്. 1, 2, 3 ലെവൽ. അപ്പൊ നമുക്ക് ഇതിൽ ഏതെങ്കിലും ലെവൽ എന്തായാലും നമുക്ക് സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യാം. അപ്പൊ ഈ കേസ് മാർക്കറ്റ് കയറി വരാം, ലിക്വിഡിറ്റി ഈ ഒരു 1 അവർ ലിക്വിഡിറ്റി കളക്ട് ചെയ്യാൻ വേണ്ടി വരാണെങ്കിൽ ഈ ലെവലും എടുക്കാം, ഈ ലെവലും എടുക്കാം. മൂന്നാമത്തെ എന്തായാലും എടുക്കൂല, കാരണം താഴേക്കാണെങ്കിൽ ഈ 2 എടുത്തിട്ട് തന്നെ താഴോട്ട് പോരും. അപ്പൊ പിന്നെ കുറച്ചുകൂടി സേഫ്റ്റി നല്ല ഇത് തന്നെ. എന്നാലും നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് ഇവിടെ വെച്ചിട്ട് പ്ലാൻ ചെയ്യാം. എന്തെങ്കിലും വിഷയം വരാണെങ്കിൽ നമുക്കൊന്ന് കയറ്റി വെക്കാം. ഓക്കെ, അല്ല താഴോട്ട് പോകണമെങ്കിൽ നമുക്ക് അതിന്റെ സെയിം എസ് തന്നെ മതി. ലിമിറ്റഡ് 66,000 ഫസ്റ്റ് TP നമുക്ക് ഫസ്റ്റ് ലോയിൽ സെറ്റ് ചെയ്യാം. അതായത് 63,600. എടുത്തോ 63,600. 66,000 പ്രൈസ് ചെയ്തോ.
റിസ്ക് ഒക്കെ നിങ്ങൾ പ്ലാൻ ചെയ്യട്ടോ. നമ്മുടെ ഇപ്പൊ റിസ്ക് ഒരു പറയുന്നത് പോയിന്റ് നമ്മള് 66,000 എടുത്തു കഴിഞ്ഞാൽ $257. അത് പോയിന്റ് $0.1 എടുത്താൽ $7 റിസ്ക് ഉണ്ട്. അല്ലേ? അത് $7.5 റിസ്ക് ഉണ്ട്. നിങ്ങളൊരു $0.1 ലോട്ട് എടുത്തു കഴിഞ്ഞാൽ പോയിന്റ് 1 എടുത്തു കഴിഞ്ഞാൽ $75 റിസ്ക് ഉണ്ട്. ഓക്കെ. അപ്പൊ നമ്മൾ 1 അവറിൽ നമുക്ക് 2-3 കൺഫർമേഷൻ വെച്ചാൽ ഫസ്റ്റ് ഇപ്പൊ ഈ ക്യാൻഡിൽ തന്നെ ഒരു എഫക്സി ആണ് ഫോം ചെയ്തേക്കുന്നത്. പിന്നെ ഒരു ബ്രേക്ക് ഓഫ് പ്രഷർ ഉണ്ട്. നല്ലൊരു അത്യാവശ്യം കുഴപ്പമില്ലാത്ത സ്ട്രോങ് ഏരിയ ആണ് ബ്രേക്ക് ചെയ്തേക്കുന്നത്. ഒരു ബ്രേക്ക് ഓഫ് പ്രഷർ ഉണ്ട് ഇവിടെ ഏരിയ. അപ്പൊ നമുക്ക് ഈ തടസ്സം എന്ന് വെച്ചാൽ ഇവിടെ ഇതൊരു സപ്പോർട്ടായിട്ട് മാർക്കറ്റ് എന്ത് ചെയ്യാം, കുറച്ച് സമയത്തേക്ക് പിടിച്ചിടാം. അപ്പൊ ഇവിടുന്ന് ഒന്ന് താഴെ വന്നാലും എന്ത് ചെയ്യും, ഒന്ന് ചിലപ്പോൾ ഒന്ന് റീടെസ്റ്റ് ചെയ്ത് വരാം. റീടെസ്റ്റ് ചെയ്തിട്ട് പിന്നെയും താഴേക്ക്. ഇതാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് മാർക്കറ്റിന്. ഓക്കെ. സോ നമുക്ക് ബോർഡിലേക്ക് നോക്കാം. പ്രതിവട്ടം പറഞ്ഞാൽ 140 താഴെ വീണൂല്ലേ? സെല്ലിട്ടോണ്ട് ഞാൻ മേലെ നിന്ന് ഒരു സെൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് പക്ഷെ ആ 40 ഞാൻ കണ്ടില്ല. ഇറങ്ങുമ്പോൾ അത് 35ഓളം എത്തി. പിന്നെ ഞാൻ ഒന്ന് റിട്രേസ്മെന്റിന് വെയിറ്റ് ചെയ്ത് കിട്ടിയില്ല. പക്ഷെ പോകുമ്പോൾ ഞാൻ ചെറിയൊരു സിൽവറിൽ ഒരു ചെറിയ ട്രേഡ് എടുത്തിരുന്നു. പക്ഷെ അത് അവിടെ വെച്ചിട്ട് പിന്നെ ബ്രേക്ക് ഇവൺ കൊടുത്തു SL. അപ്പൊ പിന്നെ ഇറങ്ങി വന്നല്ലോ. അപ്പൊ പിന്നെ സിൽവർ കയറുന്നില്ല, കണ്ടില്ലേ? സിൽവർ കുറെ നേരമായിട്ട് ആ രാവിലത്തെ ആ ഒരു മൂവ്മെന്റ് ശേഷം പിടിച്ചിട്ടേക്കാം. ഗോൾഡ് പക്ഷെ അതിനുശേഷം പിന്നെയും അത്യാവശ്യം കയറി പോയി. 40 ഞാൻ കണ്ടില്ല. ഇത് എനിക്ക് 200 എത്തും, സംശയമൊന്നുമില്ല. അതെ അതെ അതെ. ഇതിന് സിമ്പിൾ ആയിട്ട് കുറച്ച് അവിടുന്ന് ഒരു മേജർ സെല്ല് വരുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവിടുന്ന് വരുള്ളൂ. 200 മേജർ സെല്ല് വരും. അതെ അതെ, 200 മേജർ സെല്ല് ഉണ്ട്. ഇനി വന്നാലും കറക്ഷൻ മാത്രമേ വരുള്ളൂ, വലിയ സെല്ലൊന്നും. അതെ, കറക്ഷൻ ഉണ്ടാവുള്ളൂ, ഒറ്റയടിക്ക് കയറി പോകില്ല. ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ താഴെ വരണം. മേലെ ഇവിടെ വരുമ്പോ ഈ 40 സ്വീപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു ചെറിയ എന്ത് നോക്കാം, ഒരു സ്കാൾ പഠിക്കാൻ പറ്റുമോ നോക്കാം. ഓക്കെ, ഈ ഒരു റേഞ്ച്, ഈ ഒരു പ്രതിപേട്ട ഒരു സ്കാൾ പഠിക്കുന്നുണ്ടോ? നമ്മുടെ ബോഡി ലെവൽ വെച്ച് നോക്കുന്നുണ്ടോ? റിസ്ക് ആണ്, അറിയാലോ. സെല്ലാണ്, ഓപ്പോസിറ്റ് കൗണ്ടർ ട്രേഡ് ആണ്. അപ്പൊ നമുക്ക് 38 ഓർഡർ പ്ലേസ് ചെയ്യാം, ലിമിറ്റ് ഓർഡർ 38. SL 42, അതായത് ഒരു $4. $0.1 $4. 38 ലിമിറ്റ് പ്ലേസ് ചെയ്യാം, 42 SL. 1:1 വന്നാൽ നമ്മൾ ബുക്ക് ചെയ്യും. ഓക്കെ, നമുക്ക് കിട്ടും നോക്കാം. ഓക്കെ, 38 പ്ലേസ് ചെയ്യാം, സ്കാൽപ്പ് ചെയ്യണം. നോക്കാം. BTC നല്ലൊരു എക്സ്പെക്ടേഷൻ ഉണ്ട് എനിക്ക് താഴെ വരുമെന്നുള്ളത്.
കുറച്ച് ദിവസം ഞാൻ അങ്ങനെ പിടിക്കാൻ വേണ്ടി നിൽക്കാണ്, കിട്ടുമായിരിക്കും. ഈ ലോ എന്തായാലും എടുക്കണം, ഈ ലോയിൽ ഏതെങ്കിലും ഒന്ന് എടുക്കണം. നമുക്കുള്ള തടസ്സം ചെയ്തിട്ടല്ലേ ഈ ഒരു പാറ്റേൺ ഇങ്ങനെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ നിന്നാണ് ആ ഒരു ഫസ്റ്റ് റിജക്ഷൻ വന്നിരിക്കുന്നത്. ആ റിജക്ഷൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഇപ്പൊ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് മാക്സിമം തിരിച്ച് കയറിയാലും ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു 66-200 വരെയൊക്കെ തിരിച്ചു കയറിയില്ല. അതിന് മേലോട്ട് പ്രതീക്ഷിക്കുന്നില്ല. അതിന് മേലോട്ട് കയറുമ്പോൾ പിന്നെ നമുക്കൊരു സുഖമില്ലായ്മയാണ്. ആ ഒരു ഏരിയയിൽ താഴോട്ട് വരണം തിരിച്ചു കയറിയാൽ. ഓക്കെ. ആഷ്കാനെ കണ്ടില്ലല്ലോ, അമ്പൂറ്റി ഓഫീസിൽ തിരക്കാം. ഗുഡ് മോർണിംഗ്. ബി ടി സിയിലും നമ്മൾ ഗോൾഡ് പോലെ തന്നെ ഈ ലോട്ട് പ്ലാൻ ചെയ്യുന്ന സെയിം തന്നെ ബി ടി സിയുടെ ഇത്. അതാ പറഞ്ഞത്, പി ടി സിയിൽ നമ്മൾ 0.1 എടുത്തു കഴിഞ്ഞാൽ, ഇപ്പൊ ഞാൻ വെച്ചിരിക്കുന്ന റിസ്ക് റിവാർഡ് വെച്ചിട്ട് 0.1 എടുത്തു കഴിഞ്ഞാൽ $7.5 നമുക്ക് നഷ്ടം വരും. ഞാൻ ചോദിക്കുന്ന ഈ ഗോൾഡിന്റെ അതുപോലത്തെ ഈ പെർഫോമൻസ് തന്നെ ബി ടി സിയും. ഞാൻ ഇതുവരെ നോക്കിയിട്ടില്ല ബി ടി സി, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. പെർഫോമൻസ് മൂവ്മെന്റോ? ആ മൂവ്മെന്റ് അത് ഞാൻ എടുത്ത് പറഞ്ഞത് എന്നെ സംബന്ധിച്ച് ഗോൾഡ് ആണെങ്കിലും ഇതാണെങ്കിലും പെർഫോമൻസ് വെച്ചിട്ടല്ല ഞാൻ കാൽക്കുലേറ്റ് ചെയ്യാറ്. ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് നമ്മൾ എടുക്കുന്ന ലോട്ട് സൈസിനെ ബേസ് ചെയ്തിട്ടാണ്. നമുക്കിപ്പോ അതായത് ഗോൾഡിന് 0.1 എടുക്കുന്ന സമയത്ത് നമ്മൾ കറൻസിയിൽ 0.1 എടുത്തു കഴിഞ്ഞാൽ സെയിം റിസൾട്ട് നമുക്ക് കിട്ടും. സെയിം പ്രോഫിറ്റും സെയിം നഷ്ടവും എല്ലാം സെയിം ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ എല്ലാത്തിലും സെയിം ആയിട്ടുള്ളത് തന്നെയാണ്. എന്ന് വെച്ചാൽ നമുക്ക് ലാഭം മൂവ്മെന്റും കാര്യങ്ങളൊക്കെ സെയിം ആണ്. പിന്നെ അതിന്റെ എത്ര പെട്ടെന്ന് കിട്ടുന്നു എന്നുള്ളതാണ് വ്യത്യാസമുള്ളൂ. ഗോൾഡിലാണെങ്കിൽ കുറച്ചുകൂടി ഫാസ്റ്റ് ആയിരിക്കും, പെട്ടെന്ന് കിട്ടും. ബി ടി സി കുറച്ചും കൂടി സ്ലോ ആണ്, കറൻസി അധികം സ്ലോ ആണ്. ആ സ്ലോ മാത്രമുള്ള ഒരു വ്യത്യാസമുള്ളൂ, വേറെ എല്ലാം സെയിം തന്നെയാണ്. പിന്നുള്ളത് വേറെ വിഷയം, ഗോൾഡിലാണ് എല്ലാവരും ചെയ്യുന്നത്. ഇത്തിരി വോളിയം ഒക്കെ എല്ലാ കറൻസിയും, ചില കറൻസിയിൽ കുറവും ചില കറൻസിയിൽ കൂടുതലും ഉണ്ട്. ഗോൾഡിൽ കുറച്ച് അധികം കൂടുതലാണ്. അതുകൊണ്ട് തന്നെയാണ് പെട്ടെന്ന് കിട്ടുന്നത്, വോളിയം കൂടുതലുള്ളതുകൊണ്ട്. പ്രധാനമായിട്ട് നമ്മുടെ ഡോളർ ഇനിയും കയറാൻ തന്നെയല്ലേ ചാൻസ്? ഡോളർ ഞാൻ നോക്കിയില്ല. ഡോളർ ഇങ്ങനെ കയറി പോകുന്നുണ്ട്. ഇവിടുന്ന് ഒന്നുകൂടി മേലോട്ട് പോകാൻ തന്നെ ചാൻസ്. നമുക്ക് കറൻസി ഏരിയയിൽ സെല്ലോ ചെയ്യുമോ? നേരത്തെ കഴിഞ്ഞ ദിവസം ക്യാഡ് ഞാൻ സ്കാൽപ്പ് എടുത്തിരുന്നു, പക്ഷെ ക്യാഡ് എങ്ങനെയാണ് ഇനിയും കയറണ്ടേ കുറച്ചും കൂടി.
ഞാനത് കുത്തനെ വെച്ചിട്ടുള്ള അതിൻ്റെ അകത്ത് ട്രേ ഉണ്ടല്ലോ. ഞാൻ പിന്നെ ഇന്നലെ നമ്മൾ NSD ചെയ്തിട്ടുണ്ടല്ലോ, അതെന്നെ ഒന്നുകൂടി സെല് ചെയ്യാനുള്ള പ്ലാൻ ഉണ്ട്. കിട്ടുകയാണെങ്കിൽ നമുക്ക് ഇവിടെ കൊടുക്കാം. NSD നമുക്കൊരു ഒന്നുകൂടി താഴ്ത്തി വരാനുള്ള പ്രൂഫ് വെച്ചിട്ടുണ്ട്. കാരണം ഇവിടുത്തെ ഈ ഒരു ലിക്വിഡിറ്റി കളക്ട് ചെയ്തിട്ട് നല്ലൊരു സെന്റിമെന്റ് നെഗറ്റീവ് സെന്റിമെന്റ് കാണിക്കുന്നുണ്ട്. NSDR ഇന്നലെ നിങ്ങൾ പറഞ്ഞപ്പോൾ ക്ലോസ് ചെയ്തില്ലായിരുന്നു, അപ്പോൾ ഒരു $8 കിട്ടി. അതൊരു വല്ലാത്ത നഷ്ടമായി പോയി. അപ്പൊ ഇത് ഇനിയും താഴോട്ട് പോകുന്ന ഒരു ഇന്നലത്തെ അതേ ഇത് കാണുന്നില്ല. പക്ഷെ ഡോളർ ഇനിയും കുറച്ചുകൂടി കയറുകയാണെങ്കിൽ NSD കുറച്ചുകൂടി കൂടും. അപ്പൊ ഡോളർ കയറിയാൽ മാത്രമേ നമുക്ക് ഒരു ഇത് കിട്ടുള്ളൂ. ഡോളർ ഇപ്പൊ ഒരു ലെവലിലാണ് നിൽക്കുന്നത്. 1 hourൽ 2-3 പ്രാവശ്യം വന്നു അവിടെ. ഇപ്പൊ ഡോളർ ഞാൻ നോക്കുമ്പോ ഒരു ലെവലാണോ അതോ ഇങ്ങനെ സംശയത്തില്ല. കണ്ടില്ലേ, ഈ ലെവല് പക്ക അങ്ങോട്ട് ബ്രേക്ക് ചെയ്തിട്ടില്ല. ചെറിയ ഹയർ ആയി ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് പോകുന്നത്. പക്ഷെ ഈ ഒരു ട്രെൻഡ് ലൈൻ ബേസ് ഇവിടെ പിടിച്ചിട്ട് താഴോട്ട് പോരോ എല്ലാം മേലോട്ട് കയറോ സംശയം. ബ്രേക്ക് ചെയ്ത് ഇനി ഞാൻ 102 വരെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഡോളർ 102 സംതിങ് അങ്ങനെ കയറി കഴിഞ്ഞാൽ നമുക്ക് ഇതൊക്കെ താഴെ പോയി. ഹലോ, ഗുഡ് മോർണിംഗ് സാറേ. ഈ ഒരു ഡൗട്ട് ചോദിക്കാനായിരുന്നു. ഈ ഡോളർ കയറുമ്പോൾ ഗോൾഡ് താഴോട്ട് വരിക ചെയ്യുക സാധാരണ? ഗോൾഡ് ഡോളർ സ്ട്രെങ്ത് കയറി കഴിഞ്ഞാൽ ഗോൾഡ് താഴെ പോരുക ചെയ്യുക. നോർമലി അങ്ങനെയാണ് സംഭവിക്കുക. പക്ഷെ വോളിയത്തിനും അനുസരിച്ച് ചിലപ്പോൾ നമുക്ക് പെട്ടെന്ന് നോക്കുമ്പോൾ അങ്ങനെ എല്ലാം തോന്നാം. വോളിയത്തിന് ഉദാഹരണത്തിന് ഇവിടുന്ന് മുതല് ഇത് നല്ല താഴേക്കാണ്. അപ്പൊ ഇത് കയറി പോണം അല്ലേ, ഗോൾഡ് കയറി പോകണം. ഇതെന്താ ചെയ്തേക്കുന്നത്, ഡോളർ മേലോട്ട് പോയേക്കാണ്. അതായത് 12.30 ഗോൾഡ് മേലോട്ട് പോയേക്കാം ഈ ഒരു ഏരിയ. അതേ സമയത്ത് നമ്മള് ഗോൾഡ് പരിശോധിച്ചാൽ ചെറിയൊരു കറക്ഷൻ മാത്രമേ വന്നിട്ടുള്ളൂ. കണ്ടില്ലേ? അപ്പൊ ചിലപ്പോ മാത്രമാണ് അങ്ങനെ താഴോട്ട് പോകുള്ളൂ. ചിലപ്പോ പക്ഷെ തിരിച്ച് മേലോട്ട് തിരിച്ച് താഴേക്ക് വന്നപ്പോ എന്ത് ചെയ്തു, താഴോട്ട് വന്ന സമയത്ത് ശക്തമായിട്ട് തന്നെ മേലോട്ട് കയറിപ്പോയി. അപ്പൊ അത് മൂവ്മെന്റ് വരുന്നത് വോളിയത്തിനെ ബേസ് ചെയ്തിട്ടാണ് മാർക്കറ്റിൽ. പക്ഷെ എന്നാലും ഏകദേശം 85% ഏകദേശം സെയിം ആണ്. എന്നാൽ ഡോളർ മേലോട്ട് പോകുമ്പോൾ ഗോൾഡ് താഴോട്ട് വരും. പ്രതിവട്ട 38 വരെ വന്നില്ലോ അല്ലേ? വരുമോന്നറിയില്ല. 35 വരെ വന്നു, 35 സംതിങ് വന്നു. എനിക്ക് തോന്നുന്നു കുറച്ച് ഇതിപ്പം ഇവിടെ ഇട്ട് കളിക്കും തോന്നുന്നു. അല്ല, ഈ സമയത്ത് എങ്ങനെയാണ് മറ്റേ ലണ്ടൻ മാർക്കറ്റ് ഓപ്പൺ ആവേണ്ടവരായിരിക്കും അല്ലേ? പിന്നെ ഇത്രയും വലിയൊരു മൂവ്മെന്റ് വന്നില്ലേ, അപ്പൊ അതിന്റെ ഒരു കറക്ഷൻ കൂടി കുറച്ച് സമയം നിൽക്കാം. അപ്പൊ ഹവറിലൊന്നും കറക്ഷൻ ആയിട്ടില്ലല്ലോ, ആയിക്കൊണ്ടിരിക്കണല്ലോ. ഡോളർ മൂവ്മെന്റ് എവിടെയൊക്കെ അറിയണം. ഡോളർ നല്ലൊരു മൂവ്മെന്റ് മേലോട്ടാണെങ്കിൽ നമുക്ക് NSD സെല് ചെയ്യാം. അതുപോലെ തന്നെ USD കാർഡ് ബൈ ചെയ്യാം. അതുപോലെ CCICക്കും കുഴപ്പമില്ല, 34 വീസ് തന്നെ തിരിച്ചു നിൽക്കുന്നുണ്ട്. CCICക്ക് ഇതൊരു ഹൈ എടുക്കാനുണ്ട്. CCIC രണ്ടാമത് കയറി ഹൈ എടുക്കാൻ വേണ്ടിയാണ് പോകുന്നത്. അപ്പൊ ഹൈ എടുക്കാനാണെങ്കിൽ ഇവിടുന്ന് എന്ത് ചെയ്യും, ഈ ഒരു സ്ട്രക്ചർ കണ്ടിന്യൂ ചെയ്ത് പോകും. അപ്പൊ ഒരു 81,600 വരെയൊക്കെ എക്സ്പെക്ട് ചെയ്യാം CCIC.
പക്ഷെ ഡോളറിന് ഇവിടെ ഒരു മൂവ്മെന്റ് വരണം. നമുക്ക് അടുത്ത നെക്സ്റ്റ് ബുള്ളിഷ് ക്യാൻഡിൽ ഫോം ചെയ്യുകയാണെങ്കിൽ ഡോളറിന് നമുക്കൊരു ധാരണ കിട്ടും. പ്രതിഭട്ട മറ്റേ ഇതില്ലേ, നമ്മള് പ്രതിഭട്ട മറ്റേ പൊസിഷൻ ഹോൾഡ് ചെയ്യുന്ന പറയുന്നത് സ്വിംഗ് ട്രേഡ് ആയിട്ടോ, അതിന് SL ഒരുപാട് വലുതാണോ? അതെ അതെ, $100. $100 ഒരു 0.1 പ്രോഫിറ്റ് അതെന്ന് വെച്ചാൽ ഓപ്പൺ ആയിരുന്നു DP. നമ്മള് ഫസ്റ്റ് ടൈപ്പ് വെച്ചിരിക്കുന്നത് ആ 4880 ആയിരുന്നു. പക്ഷെ അവിടെ എത്തും, എനിക്കിപ്പോഴും താഴോട്ട് തന്നെ പോകുന്നതന്നെയാണോ? 200 എത്തിയതിനു ശേഷം അവിടെ നിന്ന് സെല്ല് സ്റ്റാർട്ട് ചെയ്ത് താഴോട്ടൊക്കെ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നു. പക്ഷെ ആദ്യം ഒരു $70 ആയിരുന്നു, പിന്നെ ആ മാർക്കറ്റ് ഒന്ന് റിവേഴ്സ് ആയപ്പം ഒന്ന് SL കയറ്റി വെച്ചത്, പിന്നെ അതും കൂടി ഇതായിട്ടാകുമ്പോ പിന്നെ എക്സിറ്റ് അവിടെ നിന്ന് അടിച്ചു. ഡോളർ കയറുന്ന തന്നെ തോന്നില്ല കണ്ടിട്ട്. നമുക്കൊരു ബുള്ളിഷ് ചാനൽ ഫോം ചെയ്യുകയാണെങ്കിൽ നമുക്ക് ട്രേഡ് പ്ലാൻ ചെയ്യാം കറൻസിയിൽ. ഫോർ അവറിൽ ഒരു FAG ഉണ്ട് അവിടെ, നല്ല സ്ട്രോങ് വലിയൊരു FAG വന്നിട്ടുണ്ട്. പിന്നെ അവിടെ ഒരു സപ്പോർട്ടും കൂടി 100.980 അവിടെ മേലോട്ട് പോകാനാണ് സാധ്യത തോന്നുന്നു. അല്ല, ഇത് 200 ഉറപ്പാണ്. ചിലപ്പോൾ ഇന്നൊന്ന് ഒരു എവിടെ വരെ ഇപ്പം 200 വന്ന് അല്ലെങ്കിൽ ഒരു 220 15 വന്നിട്ട് തിരിച്ചു കയറും. ഇത് ഈ വീക്ക് കൊണ്ട് തന്നെ 200 അടിക്കും. 200 അടിക്കുന്നു. പ്രതിഭയുടെ നാട്ടിലെവിടെയാണ്? കാഞ്ഞങ്ങാട്, കാഞ്ഞങ്ങാട്, കാസർഗോഡ് ഡിസ്ട്രിക്ട്. കാസർഗോഡ് ഞാൻ അങ്ങനെ വന്നിട്ടില്ല. കണ്ണൂർ കഴിഞ്ഞിട്ട് വയനാട് വന്നിട്ടുണ്ട്. വയനാട് നമ്മുടെ കോഴിക്കോട് നാളത്തെ ഡൈവേർട്ട് ആവുന്നത്. സാറേ ഗോൾഡ് ലോങ് പൊസിഷന് 200 വരെ എക്സ്പെക്ട് ചെയ്യാല്ലേ? ഞാൻ സ്പോട്ട് ട്രേഡിങ് ബൈനാൻസിലെ ഒരു ലോട്ട് വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അത് പിന്നെ എപ്പോഴായാലും വിറ്റാ മതി. ഞാനേ പറയുന്നു 200 എത്തുന്ന പറയുന്നത് ഇപ്പൊ ഈ മൂവ്മെന്റ് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന ഒരു ബുള്ളിഷ് മൂവ്മെന്റ് അത് 200 വരെ എത്തുന്നതാണ്. കാരണം വേറെ എവിടെ ഇനി മേജർ ലെവലില്ല. മേജർ ലെവലില്ല അല്ലേ? ഇതിപ്പോ ചേർന്ന് ഡേയുടെ ലെവൽ വെച്ചിട്ടാണ് കയറി പോകുന്നത്. കാരണം ബാക്കിയുള്ള ലെവലിലൊന്നും എടുക്കുന്നില്ലല്ലോ, താഴെ വരുന്നില്ലല്ലോ. നമുക്ക് 4060 ലെവലുണ്ട്, 4100 ലെവലുണ്ട്, 140 ലെവലുണ്ട്, ഇതൊന്നും എടുക്കുന്നില്ല. അതിനർത്ഥം എന്താ, ഡേയുടെ ലെവൽ മാത്രമാണ് അത് എക്സ്പെക്ട് ചെയ്യുന്നത്. ഡേയുടെ ലെവൽ എടുക്കുന്നത് 4200, ആ സിംഗിൾ കിടക്കുന്നത്. അപ്പൊ എന്തായാലും ചിലപ്പോൾ താഴെ നിൽക്കാം, എങ്കിലും അത് ടാപ്പ് ചെയ്യാണ്ട് ഇനി വലിയൊരു സെല്ല് പ്രതീക്ഷിക്കുന്നില്ല, എക്സ്പെക്ട് ചെയ്യുന്നില്ല. അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും അൺഎക്സ്പെക്ടഡ് ആയിട്ട് എന്തെങ്കിലും വിഷയങ്ങൾ വരണം, ന്യൂസുകളോ അങ്ങനെ എന്തെങ്കിലും വരണം. ലോങ് ടൈമിൽ ഹോൾഡ് ചെയ്യുന്നതാണെങ്കിൽ കുഴപ്പമില്ല എനിക്ക് തോന്നുന്നു. ഞാൻ ലോങ് ടൈമിന് വേണ്ടിട്ടേ ചെയ്യുന്നില്ലല്ലോ. ലോങ് ടൈം ആണെങ്കിൽ കുഴപ്പമില്ല. ഇതൊന്നും കാര്യമാക്കണ്ട. താഴെ വരുന്ന കാരണം താഴെ വന്നിട്ട് ഒന്നും കൂടി കുറച്ചും കൂടി വാങ്ങിക്കാം, അത്രേ ഉള്ളൂ. തന്നെ. ഓക്കെ. അപ്പൊ നമ്മള് വീട്ടില് ഗോൾഡ് വാങ്ങിച്ചു വെച്ചാൽ എന്താ അവസ്ഥ? അത് തന്നെയാണ്. ഒരു സ്വിംഗ് ട്രേഡ് ഒക്കെ ആണെങ്കിൽ 200 രൂപയ്ക്കാണ്. പിന്നെ അവിടെ ചെയ്യാൻ മാർക്കറ്റ് ഇറങ്ങുമെന്നുള്ള എന്തെങ്കിലും ഒരു കൺഫർമേഷൻ ഉണ്ടെങ്കിൽ വേണമെങ്കിൽ അവിടെ സെല്ല് ചെയ്തിട്ട് വീണ്ടും താഴെ നിന്ന് വാങ്ങിക്കാം.
താഴേന്ന് വാങ്ങിക്കാമല്ലേ? ഓക്കെ അത് എങ്ങനെ ചെയ്യേണ്ടതെന്ന് അറിയോ? ഇപ്പൊ നമ്മുടെ ഒരു ആ ഒരു 5 ലോട്ടുണ്ട് വിചാരിക്കുക, 0.05. അപ്പൊ എന്ത് ആ ചെയ്യാം, അവിടെ എത്തുമ്പോൾ നമുക്ക് ഉറപ്പില്ല താഴോട്ട് പോകുന്നുള്ളത്, നമുക്ക് എല്ലാം കാൽക്കുലേഷൻ ആണല്ലോ. അവിടെ എത്തുമ്പോൾ നമുക്ക് ആ താഴോട്ട് പോകാൻ ചാൻസ് ഉണ്ടെന്ന് കണ്ടാൽ എന്ത് ചെയ്യാം, ഒരു 0.1 0.2 അവിടെ എക്സിറ്റ് ആക്കാം, മൊത്തം എക്സിറ്റ് ആക്കുക. ആ 0.1 ആ 0.2 എക്സിറ്റ് ആക്കിയിട്ട് ഒരു $100 പോയിന്റോ അല്ലെങ്കിൽ ഒരു 200 പോയിന്റ് താഴെ എത്തി കഴിയുമ്പോൾ അത് തിരിച്ച് പിന്നെ വാങ്ങാം. അപ്പൊ നമുക്ക് എന്ത് അവിടെ ഒരു ആ $200 ഏവറേജ് കോസ്റ്റ് 200 കുറയുന്നല്ലേ? ആവറേജ് പ്രോഫിറ്റോ കോസ്റ്റോ ആവറേജ് ആവും. നമുക്കൊരു ആ $200 പ്രോഫിറ്റ് എടുക്കാൻ പറ്റും. കാരണം അപ്പോഴും നമ്മുടെ സെയിം ലോട്ട് അവിടെ കിടക്കാല്ലേ. അതെ 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 അതെ. അതല്ല, അത് കയറി പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ള ലോട്ടിൽ 0.3 നമുക്ക് എന്ത് ചെയ്യും, ബാക്കിയുള്ള പ്രോഫിറ്റ് കിട്ടുകയും ചെയ്യും. റിസ്ക് എടുക്കാൻ തയ്യാറാണ്. പക്ഷെ ഏതൊരു അസറ്റും ട്രേഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് അതിന്റെ ബെനിഫിറ്റ് കിട്ടുന്നത്. നമ്മളിപ്പോൾ ഹോൾഡ് ചെയ്യുന്നത് ഇറ്റ്സ് ഓക്കെ, പക്ഷെ നമുക്ക് ലാഭം എന്നുള്ളത് കയ്യിൽ കിട്ടണമെങ്കിൽ നമ്മളത് വിൽക്കണം. വിൽക്കണം. അത്രത്തോളം കാലം നമ്മൾ അതാണ് ആക്ച്വലി ട്രേഡും പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അത് എല്ലാം തന്നെ നമ്മൾ ബുക്ക് ചെയ്ത് നമ്മുടെ കയ്യിലേക്ക് വന്നു. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് മാർക്കറ്റിൽ നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ വിഡ്രോ ചെയ്യണമെന്ന് പറയുന്നത്. കാരണം നമ്മുടെ അക്കൗണ്ടിൽ കിടന്ന് നമ്മൾ ഇങ്ങനെ ട്രേഡ് ചെയ്യാനുള്ള ടെൻഡൻസി ആണത്. അതിന് പകരം നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വന്നാൽ പിന്നെ നമ്മുടെ കയ്യിലായി, നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടുന്നുണ്ടോ നിങ്ങൾ അതിന്റെ 70% മസ്റ്റ് ആയിട്ട് വിഡ്രോ ചെയ്യണം. 4125 4123 ഒരു ബൈ എടുത്താലോ സ്കാൽപ്പ് ഗോൾഡ് 2425 ഇറങ്ങുന്നുണ്ട്. അത് അവിടുന്ന് പോകുമോ? 5 മിനിറ്റ്സിൽ നോക്കിയാ അത് മേലോട്ട് താഴോട്ടാ വന്ന സംശയമാണ്. ഇത് ഫസ്റ്റ് ടൈമാണ് വരുന്നത്, അവിടെ കയറി പോച്ചു. ഡിമാൻഡ് സോൺ ആണ് 5 മിനിറ്റ് അല്ലേ, ലോറിംഗ് 38 കിട്ടിയായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു. ഈ ഇവിടത്തുള്ള ഇതിനകത്ത് റിസ്ക് ആണ്. ചെറിയ ഇതിന് അടിക്കാൻ വേണം, ലോ സ്വീപ്പ് ചെയ്താ പോകും. ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ രണ്ടിന്റെ ഇടയിലാണ് നിൽക്കുന്നത്. നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല മാർക്കറ്റില്. പിന്നെ സ്വീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അടിക്കും. സ്വീപ്പ് ചെയ്യുന്നില്ലെങ്കിൽ ഇത് പോകും തോന്നുന്നു. കാരണം 2 ലോ ഇപ്പൊ ഞാൻ ഒരു 5 മിനിറ്റിന്റെ ക്യാൻഡിൽ തന്നെ അത് ക്ലോസ് ആവുമെന്ന് വിചാരിച്ചു. നമുക്ക് 38 കിട്ടിയാണെങ്കിൽ ഇപ്പൊ നല്ല ടീപ്പ് തന്നെ. വേറെ ലെവലുണ്ടോ അവിടെ? 35 വേറെ ലെവലോ? 35 ലെവലൊന്നും ഇല്ലല്ലോ. നോക്കാം, അത് സ്വീപ്പ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഇത് സ്വീപ്പ് ആവും. ശരിക്കും ബൈ നോക്കിയാലോ? ഇവിടെ 4120 ചെറിയൊരു തടസ്സം കാണുന്നുണ്ട്. അവിടുന്ന് കയറുമെന്ന് അറിയില്ല. അല്ലെങ്കിൽ നമ്മുടെ ഇന്നലെ മുതൽ കുറച്ച് ആരെങ്കിലും പെൻഡിങ് ഓർഡർ ഉണ്ടെങ്കിൽ ക്യാൻസൽ ചെയ്തോട്ടോ. 38 വെച്ച് നോക്കിണ്ടാവും. ഇനി കയറി വരുമ്പോ ചിലപ്പോ നന്നായി കയറി പോവൂലേ? ഇനി വന്ന ഹൈ എടുക്കും. ഇല്ലാത്തൊരു വരവാണല്ലോ. സിൽവർ കുറെ ദിവസം നേരമായിട്ട് കയറാതെ കിടക്കാം. ഒരു സെല്ലിംഗ് പ്രഷർ ആയിരിക്കാം. സപ്പോർട്ട് കിട്ടും. എന്തായാലും എടുക്കൂലേ? എടുക്കൂലേ? പ്രാവശ്യം എടുത്തില്ലെങ്കിൽ പിന്നെ ചാൻസ് കുറവാണ്. പിന്നെ മേലോട്ട് കയറി കഴിഞ്ഞാൽ 67. പിന്നെ എന്തായാലും നമുക്ക് ഇവിടുത്തെ കുറെ ലെവലുകളുണ്ട്.
ഇവിടെയുള്ള കുറെ ലെവലുകളൊക്കെ ഉണ്ട്, അതൊക്കെ എടുക്കാനുള്ള ശ്രമം നടത്തും. 68,000 69,000 ഒക്കെ. ഫോറോവേഴ്സിൽ അവിടെ ഒരു നല്ലൊരു FEG ഉണ്ട്, വലിയ സ്ട്രോങ്. അവിടുന്ന് റിവേഴ്സ് പോവോ? പിന്നെ നമുക്ക് 4100. ഈ ഒരു ഏരിയയിൽ നിന്ന് പോയേക്കാം 65 700 അല്ലെങ്കിൽ 65 700. അതിന്ന് പോയിട്ട് തിരിച്ച് താഴെ തന്നെ പോരാണെങ്കിൽ. അല്ലെങ്കിൽ പിന്നെ എടുക്കും. ഇവിടുന്ന് സപ്പോർട്ട് കാര്യമായിട്ട് എടുക്കാൻ. പക്ഷേ ഈ ഒരു ബ്രേക്ക് ഓഫേഴ്സ് വന്നിട്ട് ഫെയിൽ ആവുന്നതാണോ? ഈ ഒരു പാറ്റേണ് ബ്രേക്ക് ചെയ്തേക്കുന്നതാണ്. അതിപ്പോ എങ്ങനെ ഇതിനെ കണക്ട് ചെയ്ത് വരച്ചാലും താഴത്തുള്ളതിനെ കണക്ട് ചെയ്ത് വരച്ചാലും ഇതിനെ രണ്ടെണ്ണത്തിനും കണക്ട് ചെയ്ത് വരച്ചാലും എന്താ സംഭവം? ഫെയിൽ ആയേക്കാണ്. അപ്പൊ ഫെയിൽ ഉള്ളതുകൊണ്ട് തന്നെ നമുക്കൊരു പിന്നെ ഇവിടുത്തെ ഈ റെസിഡൻസ് ഏരിയ ഉണ്ട്, അങ്ങനെ ചേർത്ത് വയ്ക്കുമ്പോൾ താഴത്ത് പോകണം. എന്തായാലും ഇന്ന് പ്രതീക്ഷിക്കണ്ട, അല്ലെങ്കിൽ നാളെ. ഡോളറിലൊരു പിൻവാർ ഫോം ചെയ്യണ്ടല്ലോ അല്ലെ? NSE താഴെ പോകും. NSE നമ്മൾ സെല്ലെന്ന് പറഞ്ഞല്ലോ, സാധനം താഴെ വന്നു. ഗോൾഡ് നമ്മള് താഴെ വരുമെന്ന് പറഞ്ഞാൽ ചെറിയൊരു കറക്ഷൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ. നമ്മളൊരു 100 വരെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. 100 അല്ലെങ്കിൽ 110 ആ ഒരു റേഞ്ച്. അവിടെ തിരിച്ചെന്തായാലും പിന്നെ സപ്പോർട്ട് എടുക്കും. പിന്നെ മേജർ സപ്പോർട്ട് 4900 കിടക്കുന്നുണ്ട്. പക്ഷെ അവിടെ വരെ വരുമോ എന്നുള്ളതിലാണ് സംശയം. 4010 ഈ ഒരു ലിക്വിഡിറ്റി ഉണ്ടല്ലോ, ഇവിടുത്തെ ഈ ഒരു ചെറിയൊരു ലിക്വിഡിറ്റി, അപ്പൊ അത് കളക്ട് ചെയ്തിട്ട് തിരിച്ച് കയറാൻ തന്നെയാണ് ചാൻസ്. ഇവിടെ നമുക്ക് ഈ 100 സപ്പോർട്ട് എടുക്കും നോക്കാം. ഈ ലോ സ്വീപ്പ് ചെയ്യുമ്പോൾ, അതായത് ഇവിടുത്തെ ഈ ഫീൽ ഉണ്ടല്ലോ, അതായത് ഈ ഫീൽ കളക്ട് ചെയ്ത് കഴിയുമ്പോൾ അവിടെ നിന്ന് ഒരു വഴി പോകുന്നുണ്ട്.
സോ എനിക്ക് FPG തൽ- ആ ബ്ലൂ ലൈൻ വെച്ചിട്ടുള്ള എന്താ സാറേ തൽക്കാലുള്ള റെസിസ്റ്റൻസ് ആണോ? അല്ല അത് ഒരു ബ്രേക്ക് ഓപ്പറേഷൻ നടന്ന പോയിന്റ് ആണല്ലോ. അപ്പൊ ഇവിടുന്ന് തിരിച്ച് കയറുകയാണെങ്കിൽ ഇവിടുന്ന് ആയിരിക്കും ആ ഒരു താഴോട്ട് പിന്നെ പോരാ, ഒന്ന് തിരിച്ച് താഴോട്ട് വരും. ആ ആ, ആ. നമുക്ക് FPG ഇപ്പൊ നേരെ ഇവിടുന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ എത്തിയാലും ഒരു തടസ്സം വരും. കാരണം സ്ട്രോങ് ആയിട്ടൊരു സെൽ ഓഫ് അല്ല വന്നത് മേലെ. ഉം, ഉം. പക്ഷെ അത് ഈ പ്രീമിയം റേഞ്ച് ഡിസ്കൗണ്ട് റേഞ്ച് അങ്ങനെ ഒരു ഇതുണ്ടല്ലോ, ഒരു ഡിവൈഡ് ചെയ്യുന്നത്, അതിന്റെ ടൂൾ ഏതാണ്? പിന്നെ നമ്മള് ബ്രേക്ക് ഓപ്പറേഷൻ നടന്നതിന് ശേഷമാണോ? നമ്മളൊരു ഒരു ഒരു ഏരിയ മാർക്ക് ചെയ്തിട്ട് അതിന്റെ 50% എടുക്കല്ലേ ഒരു ടൂളില്ലേ, എന്നിട്ട് അത് ഞാനതിനെ പ്രീമിയം സെപ്പറേറ്റ് ഇങ്ങനെ കാണുന്നത്. ഫിബൊനാച്ചി വെച്ചിട്ട് നോക്കുന്നു. ഫിബൊനാച്ചി അല്ല, അത് നോർമലി പറയുന്നത് ഇങ്ങനെയാണ്. പിന്നെ ഫിബൊനാച്ചി വെച്ചിട്ടുള്ളത് അറിയാം. നോർമലി എന്ന് പറയുന്നത് ഇപ്പൊ നമ്മളൊരു ഈ ബ്രേക്ക് ഓപ്പറേഷനോട് നടന്നില്ലേ 1 ഹവറിന്റെ, ഇവിടെ എന്തായിരുന്നു ഈ ഹൈനെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്, ഈ ഹൈനെ ബ്രേക്ക് ചെയ്തു. അല്ല അതിന് മുകളിലുള്ളതെല്ലാം പ്രീമിയം ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാറ്. അതൊരു ടൂൾ ഇല്ലായിരുന്നോ, ഒരു ബോക്സ് വരക്കുന്ന, അതേതാണ്? ഫിബൊനാച്ചിയാണ് ഫിബൊനാച്ചി. അത് അല്ല, ഫെബിനാച്ചി അല്ലാത്ത വേറൊരു ടൂൾ ഉണ്ട്, ഗാൻ ബോക്സുമാരുള്ള ഒരു ചെറിയ ബോക്സ്, അതിന്റെ മേലെ പ്രീമിയം സോണ്. ഇത് തന്നെയാന്ന് തോന്നുന്നു. അതെ അതെ അതെ, ഇത് 2 കളറിലല്ലേ ഉണ്ടാവുക? അതേതാ ടൂള്? നമുക്ക് ഒരു 5 മിനിറ്റ് എടുത്ത് കഴിഞ്ഞാൽ മനസ്സിലാവും. 5 മിനിറ്റ് എടുത്തിട്ട് അതിന്റെ ആ 50 മിനിറ്റ് കാണുന്നത്, ആ ഹാഫ് കാണിക്കുന്നത്. അത് ഏത് ടൂളാണ് നിങ്ങൾ എടുത്തത്? ഇത് സ്കെയിലാണ്. ഇതൊരു നമുക്ക് ഇതിന്റെ സ്കെയിൽ എടുക്കുന്നത്. പക്ഷെ ഇതിനേക്കാൾ നല്ലത് മറ്റേ ഫിബൊനാച്ചിയാണ്. ഫിബൊനാച്ചി. ഓക്കെ. ഫിബൊനാച്ചി എടുത്ത് കഴിഞ്ഞാൽ ഫിബൊനാച്ചി റിപ്ലേസ്മെന്റ് എടുത്തിട്ട് നമ്മൾ അതിന്റെ ഇപ്പോഴത്തെ പോയിന്റ് വരെ, അത് നമ്മൾക്ക് എക്സ്പെക്ട് ചെയ്യുന്ന FPG ആണല്ലോ. മനസ്സിലായി. കറക്റ്റ് നമ്മൾ ഞാൻ മാർക്ക് ചെയ്ത ബ്ലൂ ലൈനാണ് 0.5 വരുന്നത് 50%. അപ്പൊ FPG നമുക്ക് എവിടെ വരെ എക്സ്പെക്ട് ചെയ്യാം? ജസ്റ്റ് ആ ഒരു 41-23 വരെ എന്തായാലും പ്രതീക്ഷിക്കാം. Fibonacci replace
നിഷാദ് ഭായി നാസ് നോക്കലുണ്ടോ? ഉം. 100 നസ്താക ആ യെസ് 100 ഇല്ല നോക്കാറില്ല. ഷോർട്ട് ഫോം എന്താ നാസ്ന്നല്ലേ? എന്താ നമ്മളെ NAS 100 നോക്കാറില്ല. ഒന്ന് ഇറങ്ങിയിട്ടുണ്ട്. നിഫ്റ്റി 50 പോലുള്ളതാണോ? യുഎസിന്റെ മറ്റേ 100 മാതിരിയുള്ളതാ. 100 ഈ നാസ്ഡാക്ക് 100 ഈസി മാർക്കറ്റിൽ ഇല്ലല്ലോ? ഉണ്ട്. നാസ് 100 എന്നുള്ള പേരിലാണ്. ചേട്ടൻ യൂസ് ചെയ്യേണ്ടത് ഇത് ട്രേഡിംഗ് പ്ലാറ്റ്ഫോം ഈസി മാർക്കറ്റ് ആണോ? അതെ. അതിലുണ്ടല്ലേ? അല്ല അതിലേതാണ് ഞാൻ ഇന്നലെ ഡൗൺ 30 USDIDX എന്നുള്ളതുണ്ടല്ലോ. അല്ല അതല്ല, അത് കറൻസി. ഇൻഡെക്സ് നോക്കിയതാ യൂസ് US30 ഉണ്ട്. US 100 അല്ല, US Tech 100 എന്ന് പറഞ്ഞിട്ടുണ്ട് ഇതിനകത്ത്. NDX USD. NDX ഓക്കെ കണ്ടു. ഓക്കെ ഇതിലുണ്ടല്ലേ? ഓക്കെ. അത് ചില ബ്രോക്കേഴ്സിന്റെ അടുത്ത് ചില പേരിൽ അറിയപ്പെടുന്നത്. ഓരോ ബ്രോക്കേഴ്സ്. മുന്നേ ഞാൻ യൂസ് ചെയ്തത് US 100 എന്നായിരുന്നു. അത് നിങ്ങൾ കിട്ടാതിരിക്കുമ്പോൾ ജസ്റ്റ് 100 എന്ന് മാത്രം അടിച്ചാൽ മതി, അപ്പൊ മനസ്സിലാവും. എനിക്ക് കിട്ടി. എനിക്ക് കിട്ടി. ഒരു റേഞ്ചിൽ നിന്ന് അങ്ങോട്ട് മൂവ് ചെയ്യേണ്ടിയല്ലേ ഗോൾഡ്? ഈ പ്രാവശ്യം ഇവിടെ നിന്ന് സ്വീപ്പ് ചെയ്യാൻ എടുക്കണ്ടോ? ട്രൈ ചെയ്യാം ഈ ഹൈഡിനെ ചെയ്യുമ്പോൾ. കാരണം ലോ ബ്രേക്ക് ചെയ്തല്ലോ. ഇപ്പൊ 15 മിനിറ്റ് എടുത്ത ഒരു സപ്ലൈ സോൺ അല്ലേ? അപ്പൊ നമുക്ക് ഈ 36 വരുമ്പോൾ വീണ്ടും ഒന്ന് ട്രൈ ചെയ്യാം. ഹൈഡിന് സ്വീപ്പ് ചെയ്ത് അപ്പം നോക്കിയിട്ട് സെൽ കൊടുത്താൽ മതി. ഷാർപ്പായിട്ട് വരും, അതല്ല ബ്രേക്ക് ചെയ്ത് നോക്കാം. ചിലപ്പോൾ 2 കൈ കൊടുക്കാം. എന്തായാലും ഒരു സെൽ എന്തായാലും വീണ്ടും വരും. പെട്ടെന്ന് ഇനി ഈവനിങ് വരെ എന്തായാലും ഇങ്ങനെ ചെറിയ ഇരുപതിനായിട്ട് കിടക്കാനുള്ള ചാൻസ്. കേറാം.
പ്രതിഭട്ടോ അപ്പൊ കയറാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലേ എന്തായാലും BTC സ്വീപ്പ് ചെയ്യാണ്ട് കയറാൻ ചാൻസ് ഇല്ല. ഒരു 123 എന്തായാലും റിജക്ട് ചെയ്യും. അതെ അതെ. റിജക്ട് ചെയ്തിട്ട് പിന്നെയും താഴ്ത്തേണ്ടി പോകും. അനുഷാദ് ഭായി AUD കാർഡ് ഒന്ന് നോക്കിയേ. ഫോറോബസ് സ്വല്പം കൂടി താഴെ പോരും. അത് സെല്ല് ചെയ്യാനാണോ അത് ബൈ എടുക്കാനോ? സെല്ലിന്റെ കാര്യം സെല്ല് എടുക്കാനാണെങ്കിൽ ഒന്ന് റിട്രീസ് ചെയ്തിട്ട് പോരെ. ഞാൻ ചോദിച്ചത് നിങ്ങളോട് എന്താണ് എന്റെ അഭിപ്രായം. അഭിപ്രായം എന്ന് പറഞ്ഞാൽ ഇത് ബൈ എടുക്കാനാണെങ്കിൽ ഒന്നുകൂടി താഴോട്ട് വരണം. അതല്ല ഞാൻ സെല്ല് ഒന്ന് റീടെസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ചെയ്യുന്നതായിരിക്കും നല്ലത്. റീടെസ്റ്റ് ചെയ്യണം. ഒരു 700 റീടെസ്റ്റ് ചെയ്യും. ഹലോ നിഷാദ് ഭായ്, എവിടെയായിരുന്നു? നിങ്ങൾ ഇല്ലാത്തതുകൊണ്ടാണ് ഇത് ഇറങ്ങാത്തതെന്നും പറഞ്ഞിട്ട് നിഷാദ് ഭായ് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അത് ശരി, നിങ്ങൾ ഇന്നലെ പണിയില്ലാന്ന് പറഞ്ഞ് ഇന്നലെ തൊട്ട് നേരിച്ച പണി ബിസി ആയിപ്പോയി. ഇപ്പൊ സെല്ലിട്ടോ? സെല്ലിട്ടിട്ട് ഷൂട്ടായില്ല. 38 സെല്ലിട്ടിട്ട് പൈസ വന്നില്ല. വരാണ്ട് താഴെ പോകും. ഇനിയിപ്പോ എവിടെ നമുക്ക് പോയി നോക്കാം? ഇപ്പൊ ഞാൻ FTC ബൈ എടുക്കാനുള്ള പ്ലാനാണ്. ഈ ലോ സ്വീപ്പ് ചെയ്യുമ്പോ അവിടെ കിട്ടോ? കിട്ടണം ഇൻഷാ അല്ലാഹ്. 40112 100-ന് താഴെ പോകുള്ളൂ എന്നുള്ളത് കണക്കാണ്. 100-ന്റെ 110-ന്റെ ഇടയിലും തിരിച്ചു പോകും. തുറന്ന് കുറച്ച് വലുതായിട്ട് അടിച്ചൂടെ? കുറച്ച് വലുതായിട്ട് അടിച്ചൂടെ? നോക്കാം, അവനെ വലിയ നോക്കാം. സിൽവർ സപ്പോർട്ടില്ല നിൽക്കുന്നത്. ഒരു സെല്ല് നോക്കാന്ന് വിചാരിച്ചാണ്, പക്ഷെ സമയം കിട്ടിയില്ല നോക്കാൻ. ഞാൻ നോക്കുമ്പോ 136 നിൽക്കുകയായിരുന്നു. വീണ്ടും മേലോട്ട് കയറി. ഒരു BTC ലിമിറ്റ് ഇട്ടു നല്ല ഗ്രൂപ്പില്. അതെടുത്ത് ഒരു ലിമിറ്റ് ഇട്ടിരുന്നു. എക്സിക്യൂട്ട് ആയാൽ മതി. നല്ലൊരു ഒന്നുകൂടെ കിട്ടും.
ഞാൻ നല്ലോണം താഴേക്ക് പ്രതീക്ഷിക്കുന്നുണ്ട്. കിട്ടിയാലൊരു നല്ല റിസൾട്ട്. ഓപ്പൺ ചെയ്തിട്ടുണ്ട്, ഏതിനാണെങ്കിലും പൊയ്ക്കോട്ടെ. അതായത് ഇപ്പോൾ തിരിച്ചു കയറും, തിരിച്ചു കയറും. അതിന് ശേഷം തന്നെ വരവിൽ ലോ എടുക്കണം. 63,500 അറ്റ്ലീസ്റ്റ് വരണം. 63,500, അത് കഴിഞ്ഞ് 62,500, 62,000 അങ്ങനെ മാർക്കറ്റ് താഴോട്ട് പോകണം. ഇവിടെ നിന്ന് പോയി എവിടെ പോകണം? 62? ഇവിടെ ഈ ലോ ഉണ്ടല്ലേ, ഇത് എടുക്കണം. അല്ലെങ്കിൽ നമ്മൾ വീക്കിലി നോക്കിയ വീക്കിലിയുടെ ഈ ലോ 62,000. 61 61 വെക്കല്ലേ. 62,000 ഏതായാലും കുഴപ്പമില്ല. പിന്നെ വരവ് നോക്കണം. നല്ല പ്രഷറിലെ വന്നെങ്കിൽ നമുക്ക് അവിടെ വരെ കിട്ടും. അതല്ല സ്ലോ പിടിച്ചാൽ വന്നെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ഇപ്പൊ ഇറങ്ങേണ്ട വരും. 63,600 പിന്നെ വരവ് എങ്ങനെ നോക്കണം. BTCക്ക് നല്ല സ്പ്രെഡ് ഉണ്ടല്ലേ. അതുകൊണ്ട് ഒറ്റമലത്തിൽ അത്യാവശ്യത്തിനുണ്ട്. ചീപ്പ് കിട്ടാൻ സ്പ്രെഡ് ഒന്നും അല്ലേ. ചീപ്പ് കിട്ടാതിരിക്കുമ്പോഴാണ് നമുക്ക് സ്പ്രെഡ് ഒക്കെ വലിയ എമൗണ്ട് ആയിട്ട് തോന്നുന്നത് അല്ലേ. ഇപ്പൊ നിങ്ങൾക്ക് അതിനേക്കാൾ പറ്റില്ല തന്നെ ആലോചിച്ച് നോക്കൂ. കുഴപ്പമില്ല, ടീ കിട്ടിയാൽ മതി. നഷ്ടം വരുമ്പോൾ അതൊക്കെ $100-300 നഷ്ടം വരുന്ന ഒരാൾക്ക് എന്തെങ്കിലും സ്പ്രെഡ് വിഷയമല്ല. പക്ഷെ ചീപ്പ് കിട്ടണം. ചീപ്പ് കിട്ടാതെ നഷ്ടവും വരെ എല്ലാം കൂടെ ആവുമ്പോഴാണ് നമുക്ക് ഇങ്ങനെ വിഷയമായിട്ട് തോന്നുന്നത്. വേറെന്തോ കൊടുക്കാൻ വിചാരിക്കുന്നു. ഹാരിസിന്റെ ചാർട്ട് പ്രോബ്ലം സോൾവ് ആയോ?
നമ്മള് ഇരിക്കുമ്പോഴത്തേക്ക് ഒന്നും കിട്ടൂലല്ലേ? അതാണ് അനിലം എന്തായാലും നിങ്ങൾ ഇനി സൈനോട്ടായോ എന്ന് ആലോചിക്കാണ്. മാറി വെറുതെ നോക്കാം. ഒന്ന് മാറിക്കഴിഞ്ഞാൽ പറക്കും. എന്തായാലും പ്രതിഭട്ട നമുക്ക് നോക്കാം. ഓക്കെ, ഫീജിലൊരു മാത്രം തട്ട് കേട്ടാണ്. പിന്നെ ഞാൻ ഗ്രൂപ്പിൽ രാവിലെ മോർണിംഗ് ഷെയർ ചെയ്തിട്ടുണ്ട് മേജർ ലെവലുകൾ. ഇവിടെ വരാണെങ്കിൽ നമ്മൾ ഇതിനൊന്നും നോക്കണ്ട. ഓക്കെ ഓക്കെ ചെറിയ കൺഫർമേഷൻ വെച്ച് അങ്ങനെ എടുക്കാം. കിട്ടിക്കഴിഞ്ഞാൽ നല്ല ഏരിയ കാണുമ്പോൾ തന്നെ ഒരു നല്ല ടൈം എടുത്ത് പ്രീറ്റ് ചെയ്തിട്ടുണ്ടാ. വരാണെങ്കിൽ എന്തായാലും ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അവിടെ അതല്ല വരുമ്പം ഇവിടെ തന്നെ കണ്ടിന്യൂ നല്ല രീതിയിൽ ഇവിടുന്ന് കണ്ടിന്യൂ ചെയ്യാണ്. അത് ഒറ്റയടിക്ക് പോയി 200 എത്താനുള്ള പ്രയാസമാണെങ്കിൽ പിന്നെ അവിടെ വരില്ല. വരാണ്ട് തന്നെ എന്ത് ചെയ്യും, ഈ ഫിജിന്നോ അല്ലെങ്കിൽ 100 സപ്പോർട്ട് എടുത്തിട്ട് കയറിപ്പോ. പോയി അത് താഴെ വരുമ്പോൾ സപ്പോർട്ട് വരുമ്പോൾ മാത്രം നോക്കിയാൽ മതിയോ അതോ മേളിൽ നോക്കാവോ? അതാണ് രണ്ട് രീതിയുണ്ട്. ഒന്ന് ഇതിന് ഇത്തിരി വേഗത കൂടുതലുണ്ട്. ഇപ്പൊ ഒന്ന് പിടിപിടിന്ന് കയറി പോകാൻ ശ്രമിക്കുന്നുണ്ട്. അത് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ സപ്പോർട്ടിലേക്ക് വരില്ല. വരാൻ തന്നെ എവിടെയെങ്കിലും ഇതെടുത്തിട്ട് മേലോട്ട് പോകും. നാളെ 200 എത്തിക്കാനായിട്ട്. അതെല്ലാം പയ്യാണ് കയറാൻ ഉദ്ദേശിക്കുന്നത് സപ്പോർട്ടിൽ വന്നിട്ട് പോകും. അപ്പൊ നമുക്ക് ഇവിടുന്ന് റെഫ്യൂജിന് എന്തൊരു വഴി പ്ലാൻ ചെയ്യാം. അതുപോലെ അത് കിട്ടിയില്ല, താഴോട്ടാണ് പറഞ്ഞെങ്കിൽ നെക്സ്റ്റ് സപ്പോർട്ടിന് പ്ലാൻ ചെയ്യാം. 480 ഓക്കെ ബ്രോ, ഓക്കെ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഗ്രൂപ്പിൽ മെസ്സേജ് ചെയ്യും. BTC താഴെ വരണം. BTC എന്തായാലും SL തന്നെ, എന്തായാലും TP തന്നെ. TP അല്ലെങ്കിൽ SL. ഇപ്രാവശ്യം എക്സിറ്റ് ഇല്ല. നമ്മൾ പരിപാടി എക്സിറ്റ് ഇല്ല. നിങ്ങൾ പറഞ്ഞാലും ഞാൻ എക്സിറ്റ് ചെയ്യൂല. നിങ്ങൾ ചുമ്മാ പറയും എക്സിറ്റ് ചെയ്യാനേ. ഇടയ്ക്ക് ഇങ്ങനെ ഒന്ന് ഷോക്ക് അടിച്ച് നിൽക്കുമ്പോൾ പറഞ്ഞാൽ മതി എക്സിറ്റ് ചെയ്യാനെന്ന്. അപ്പൊ TP അടിക്കും. ശരിയാ.